നമ്മൾ എവിടുന്നെങ്കിലുമൊക്കെ എടുക്കുന്നതാണ്. സിനിമയിലെ കഥകളും ചില സിനിമകളിൽ നിന്ന് തന്നെ എടുക്കും, ചില ബുക്സിൽ നിന്ന്, ചില പ്ലേസ്, ഡ്രാമ, അങ്ങനെ ഇത്. പിന്നെ ചില കേസുകളിൽ ചില ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ റിയൽ ലൈഫ് എടുക്കുന്ന പോലെ ഇത് റിയൽ ലൈഫിൽ തന്നെ എടുത്തതാണ്. അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ഒത്തിരി ഫാമിലീസിൻ്റെ ഇടയ്ക്ക് ഈ സംഭവമുണ്ട്. ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നൊരിക്കലും ഇതൊരു സിനിമയായിട്ടെന്നുള്ള രീതി എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. മമ്മി ആൻഡ് മീ എങ്ങനെ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഭയങ്കര രസകരമായൊരു കഥയുണ്ട്. വളരെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ 3 സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ ഈ കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ ഈ സിനിമയായിട്ട് നടന്നപ്പോൾ ഇവരൊരു ദിവസം എന്നെ വിളിച്ച് ഞങ്ങൾ കോട്ടയത്ത് വെച്ചൊരിടത്ത് കൂടിയിട്ട് പറഞ്ഞു, എടാ നീ ഈ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒന്ന് പ്രൂവ് ചെയ്യണം, നീ ഒരു വർക്കും ചെയ്തിട്ടില്ലോ, അതുകൊണ്ട് നമുക്കൊരു ടെലിഫിലിം ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞു. ചാനലിന് വേണ്ടിയിട്ട് ടെലിഫിലിമിന് വേണ്ടി വാലൻറ്റൈൻസ് ഡേക്ക് ഒരു പ്രോഗ്രാം എന്നും പറഞ്ഞ് തുടങ്ങിയതാണ്. അങ്ങനെ പറഞ്ഞ് റഫായിട്ടൊരു ഇത് പറഞ്ഞു, ഒരു ആരോ വരാം വാലൻറ്റൈൻസ് ഡേക്ക് വരാമെന്ന് പറയുന്നു, വന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് ഞങ്ങൾ സംസാരിച്ച് പിരിഞ്ഞു. ഞങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു 3 പേരുടെ പൈസ കിട്ടി. തിരിച്ചവിടുന്ന് ഒരു 35 കിലോമീറ്റർ കാർ ട്രാവൽ ചെയ്തപ്പോൾ അപ്പോൾ പെൻ ഫ്രണ്ട് എന്നുള്ള തോട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ചാറ്റിംഗ് അല്ലേ, ചാറ്റിംഗ് ആവാം. അപ്പോൾ ചാറ്റിങ്ങിൽ എങ്ങനെ ഒരു പെൺകുട്ടി കാണാതെ പ്രണയിക്കും? അങ്ങനെ വരുമ്പോൾ പെൺകുട്ടി വീട്ടിൽ കംഫർട്ടബിൾ അല്ലായിരിക്കണം. അങ്ങനെ ചിന്തിച്ച് വന്നപ്പോൾ പെട്ടെന്ന് ഓർത്തു, ഈ അമ്മമാരുമായിട്ടുള്ള ഫൈറ്റ് എൻ്റെ മനസ്സിലേക്ക് വന്നു. ഇത് പണ്ട് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതെൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഓക്കെ, മകൾ ഇങ്ങനെ എപ്പോഴും അമ്മയായിട്ട് ഫൈറ്റാണ്, അത് അവൾ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് സ്നേഹം തേടി അവൾ പുറത്തേക്ക് പോകും എന്ന് പറയുന്ന ഇതിലേക്ക് ഇത് കണക്ട് ചെയ്തു. പിന്നെ അതിൻ്റെ പുറകിലായി. പിന്നെ ആ ടെലിഫിലിം എന്നുള്ളത് ഡ്രോപ്പായി പോയി, പിന്നെ നടന്നില്ല. പക്ഷെ ഇതെൻ്റെ മനസ്സിൽ കിടന്നു. പിന്നെ ഞാനിത് വർക്ക് ചെയ്യാൻ തുടങ്ങി. എന്താണ്, പല അമ്മമാരുമായിട്ട് സംസാരിച്ചു, പല പെൺകുട്ടികളുമായിട്ട് സംസാരിച്ചു, നമുക്കറിയാവുന്നവർ. അപ്പോൾ കിട്ടിയ ഫീഡ്ബാക്സൊക്കെ ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൽ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ആര് കണ്ടാലും പറയും, ഒരു അമ്മയും മോളും കൊണ്ടേ പറയും, മമ്മി അമ്മയിലെ മോളാണ് കേട്ടോ ഇത്, അമ്മ മകളെ ചുണ്ടിയും പറയും, മകളെ തിരിച്ചും പറയും. അതിലെ മുറുകി ചേച്ചിയുടെ അതേ സ്വഭാവമാണ് എൻ്റെ അമ്മയ്ക്ക് എന്നത്. ഒരുപക്ഷെ ഈ റിയൽ ലൈഫിൽ നിന്ന് എടുത്ത് ചെയ്തതുകൊണ്ടാവാം അത്രയും ആൾക്കാർക്കത് എന്താ പറയുക, വളരെ അവരുടെ കുടുംബത്തിൽ നടന്നതാണ് എന്ന് തോന്നാൻ. ഓഫ്കോഴ്സ് മലയാളത്തിൽ നിന്നാണെങ്കിൽ എനിക്ക് നിസ്സംശയം പറയാം പത്മനാഭൻ സാർ പണ്ട് തൊട്ടേ. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ പഠിച്ച കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ബുക്ക് ഫോം ആക്കിയതൊക്കെ ഞാൻ വായിക്കുമായിരുന്നു. പിന്നെ അല്ല, അദ്ദേഹം ചെയ്യുന്ന സിനിമകളിലെ വെറൈറ്റി, അതാണ് എന്നെ ഏറ്റവും ഇത്. ഒരു സിനിമ ഒരു ടൈപ്പ് ആയിരിക്കില്ല അടുത്തത് ചെയ്യുന്നത്, ആ വ്യത്യസ്തതയാണ്. ഇവിടെ പലരും ബ്രാൻഡഡായി പോവാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റക്റ്റീവ് കഴിഞ്ഞിട്ട് മമ്മി ആൻഡ് മീക്ക് വേണ്ടി 2.5-3 കൊല്ലം ഞാൻ കാത്തിരിക്കേണ്ടി വന്നു. അന്നേരം വേറെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു ത്രില്ലർ സിനിമയുടെ സ്ക്രിപ്റ്റ് റെഡി ആയിട്ടിരിക്കുക എന്ന് വിചാരിക്കണം, ഒരു മെയിൻ സ്റ്റാറിന് ചെയ്യാവുന്നത്. അത് ഞാൻ അനക്കിയില്ല. കാരണം ഓൾറെഡി ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു, ഇമ്മീഡിയറ്റ് അത് വേണ്ട, ഒരു ഡിഫറെൻറ്റ്. കാരണം അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. എനിക്ക് ഒരു ഫാമിലി സബ്ജക്റ്റ് ഒരു സ്ക്രിപ്റ്റ് ഒരാൾ ഒരു നടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എന്നെ വെച്ച് ചെയ്യാൻ ആലോചിച്ചപ്പോൾ ഞാൻ വളരെ നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടുകയാണെങ്കിൽ ചെയ്യാൻ എനിക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ ആ നടൻ പറഞ്ഞെന്ന് പറഞ്ഞു, പുള്ളി ഇൻവെസ്റ്റിഗേഷൻ്റെ ആളല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതൊരു വാശിയായി, എന്താ എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പം ബ്രാൻഡഡ് ആവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ മമ്മി ആൻഡ് മീ എന്ന് പറഞ്ഞ് ഇതിലേക്ക് മാറിയതും അതുകൊണ്ട് തന്നെ. അപ്പോൾ പത്മനാഭൻ സാറിനെ പോലെ വ്യത്യസ്തമായ സിനിമ. പിന്നെ മലയാളത്തിൽ പത്മനാഭൻ സാറ്, ഇപ്പോൾ ഇംഗ്ലീഷിലേക്കൊക്കെ പോയാൽ ഒത്തിരി പേരുണ്ട്. ഇംഗ്ലീഷിൽ ഒത്തിരി മൂവീസുണ്ട്, നമ്മളിപ്പോൾ ഒന്നെന്ന് പറയാൻ പറ്റത്തില്ല, ഒത്തിരി ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ വന്നാൽ ഗ്ലാഡിയേറ്റർ പോലെയുള്ള പടം. ഇനി അതല്ലേ വളരെ സിമ്പിളായിട്ടുണ്ട്, ഫാദർ ഓഫ് ദ ബ്രൈഡ് അല്ലെങ്കിൽ റൺ അവേ ബ്രൈഡ് എന്നൊക്കെ പറയുന്ന സിനിമകളുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് സിനിമ എന്ന് വെച്ചാൽ അവരാ കഥ പറയുന്ന രീതിയാണ്, നമുക്ക് വിശ്വസിക്കാനാവാത്ത കഥയാണേലും മേക്ക് ബിലീഫ് എന്ന് പറഞ്ഞവർ ശരിക്കും നമ്മളെ അതിനകത്ത് ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പം ജുറാസിക് പാർക്ക് പോലത്തെ ഒരു പടം, ഓക്കെ അത് ടെക്നോളജിയുടെ ഒരു കളിയെന്ന് പറയാം. അല്ലാത്ത ചില സിനിമകളുണ്ട്, അത് രസകരമായിട്ട് അവർ പ്രസൻറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട് അവരുടെ പടത്തിൻ്റെ ഫീല് ചിലപ്പോൾ നമ്മൾ ചില സബ്ജക്ട്സ് എടുത്ത് ചെയ്യുമ്പോൾ കിട്ടാതെ പോകുന്നു എന്നുള്ള ഇതൊരു ബേസിക്കലി നമ്മൾ ഓരോ സിനിമ കാണുമ്പോഴും അതിനെക്കുറിച്ച് വിശകലനം ചെയ്യണം. അതാണല്ലോ ഞങ്ങളൊക്കെ, അങ്ങനെയാണല്ലോ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഇതിൻ്റെ ലേറ്റർ സ്റ്റേജ്, മീൻസ് ഏറ്റവും ഏർലി സ്റ്റേജിലെ കാര്യമാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയ വലിയൊരു കാര്യം, ഈ ഒരു കഥ എഴുതിയത് കൊണ്ടോ കുറേ ഷോട്ടുകൾ വെച്ചതുകൊണ്ടോ മാത്രം കാര്യമില്ല, അതിനെല്ലാം ലിഫ്റ്റ് ചെയ്യാനായിട്ട് റീ റെക്കോർഡിങ് എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കിയത്. അതൊക്കെ ഞാൻ ഈ ഇംഗ്ലീഷ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെയും കാണുമ്പോൾ ഒരിക്കൽ വളരെ യാദൃശ്യമായി ഞാൻ മ്യൂട്ട് ചെയ്തപ്പോഴാണ്
അതും മനസ്സിലായത്. ആ സീനിങ് നടന്നു പോയപ്പോൾ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇതൊക്കെ പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഓ ഈ മ്യൂസിക്കാണ് ശരിക്കും എന്ന് പറഞ്ഞ കൊച്ചു കൊച്ചു കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പതുക്കെ ഇംഗ്ലീഷ് സിനിമയിലെ മ്യൂസിക് റീ റെക്കോർഡിങ്ങിൻ്റെ ഇതും മലയാളത്തിലെ റീ റെക്കോർഡിങ്ങിൻ്റെ ഇതും കാണാൻ തുടങ്ങിയപ്പോൾ ആ വ്യത്യാസം മനസ്സിലായത്. ഇൻഡസ്ട്രിക്കകത്തേക്ക് കയറിയപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം മനസ്സിലാക്കിയത്. ഏറ്റവും അവസാനം വരുമ്പോൾ റീ റെക്കോർഡിങ്ങിൻ്റെ സമയമാകുമ്പോൾ പിന്നെ അത് എന്താ പറയുക, പാക്കേജാണ്. ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യേണ്ട ഒരു ഏരിയയാണ്, അത് പാക്കേജാണ്. അത് എൻ്റെ ഫസ്റ്റ് ഫിലിമിനും ഉണ്ടായിരുന്നു. ഞാനത് നമുക്കിത് ഇങ്ങനെ ചെയ്യണം എൻ്റെ മ്യൂസിക് ഡയറക്ടറോട് പറയുമ്പോൾ ഇത്രേ പറ്റുള്ളൂ, ആകെ എനിക്ക് ഇത്ര രൂപയാണ് തരുന്നത്, എനിക്ക് ഇത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്കതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലായി. അപ്പോൾ എവിടെയാണ് സിനിമയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്ത എന്നുള്ള ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമകൾ കണ്ടും അതിൽ മലയാളം കണ്ടും ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തുകൊണ്ട് കൂടുതൽ ഫീൽ നമുക്ക് അതിൽ കിട്ടുന്നു എന്നുള്ളതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് സിനിമകളും ഒക്കെ കണ്ടിട്ട് തന്നെയുണ്ട്.